പഴമയുടെ ഓണം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒട്ടേറെ ആചാരങ്ങളും കളികളും കാര്യങ്ങളും ആഘോഷങ്ങളുമായി പണ്ടത്തവർ കൊണ്ടാടിയ ആ ഓണം അതെങ്ങോ മാഞ്ഞു പോയിരിക്കുന്നു. ഇന്നത്തെ തലമുറയുടെ ഓണവും അന്നത്തെ തലമുറയുടെ ഓണവും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആ ഓർമ്മകളിലേക്കും ആ കാഴ്ചപ്പാടുകളിലേക്കും ആ സന്തോഷങ്ങളിലേക്കുമാണ് നെറ്റ്വർക്കിന്റെ ഓണാഘോഷം പഴമയിലൂടെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കലാമണ്ഡലം നാരായണൻ നമ്പീശൻ ചേട്ടനും അതുപോലെ തന്നെ പാർവതി അമ്മയുടെയും വിശേഷങ്ങളിലൂടെയാണ് നെറ്റ്വർക്കിന്റെ ഓണാഘോഷം. ചിങ്ങത്തൂവാനത്തായി മിന്നും തിങ്കൾ ഓലക്കുടയാക്കുന്നോരോണത്തപ്പ ഹൃദയത്തിൻ ഇതളുള്ളിപ്പൂക്കളമെഴുതാം തിരിയായി തെളിയാൻ നറുചിരികൾ പകരാം. ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മുക്കുറ്റി തുമ്പപ്പൂവല്ലം തരുവാൻ മാലയക്കാറ്റേ നീ കൂടെ വരുമോ? ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിയുമാ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ. ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ. ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും. ഞാൻ കലാമണ്ഡലം നാരായണൻ നമ്പീശൻ. കലാമണ്ഡലം എന്ന് പറയാൻ കാരണം കലാമണ്ഡലത്തിൽ രണ്ടാമത് കഥകളി പഠിക്കാൻ പോയത് കഥകളിപ്പാട്ട്. ഞാൻ കഥകളി പഠിച്ചതിന് ശേഷം കഥകളി പാട്ട് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിലേക്ക് പോയി. അവിടെ കഥകളിപ്പാട്ട് പഠിച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആനന്ദം കൃത്തിനേകും മുത്തപ്പൻ്റെ സ്ഥാപനമുണ്ട് പ്രശ്നിക്കടവ് മുത്തപ്പൻ്റെ. അവിടെ ഒരു ജീവനക്കാരായിരുന്നു, കഥകളിയിലത്തെ ഒരു അധ്യാപകനായിരുന്നു. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ആ ഓണാഘോഷം അത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മൾ പഴയ രീതിയിൽ നിന്നിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പുതിയ തലമുറയുടെ ഈ ഓണാഘോഷങ്ങളെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഇന്നുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വടക്കേ മലബാറുണ്ടല്ലോ ഒരു ഓണം കയറാ മൂലയാണ്. തെക്കോട്ടുള്ള അത്ര പ്രാധാന്യം നമുക്കിവിടെ ഓണത്തിനുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത കാലത്താണ് ഇവിടെയും ആ സ്വഭാവം വന്നത്. നേരിട്ടാൽ പിന്നെ പ്രധാനമായിട്ട് മുമ്പ് നമുക്ക് ഈ രണ്ട് ഓണേ ഉണ്ടായിരുന്നല്ലോ. അതായത് തിരുവോണം, ഉത്രാടം. ഉത്രാടത്തിന് വൈകുന്നേരം നാളെ ഓണം ഉണ്ട് എന്നുള്ളതിൽ ഓർമ്മയുണ്ടാവും വിഭാഗത്തൊക്കെ. അങ്ങനെയാണ് കിഴക്ക്. പിന്നെ പൂ വെക്കുന്നത് അത് 1-ാം തീയതി മുതൽ തന്നെ എല്ലാ ദിക്കിലും പൂക്കളൊക്കെ വെച്ച് എല്ലാവരും അടിച്ചു തുടച്ച് എപ്പോഴും വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. അതൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഓണത്തിൻ്റെ സദ്യയുടെയും മറ്റും കാര്യങ്ങൾ ഉത്രാടത്തിൻ്റെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഉത്രാടത്തിൻ്റെ വൈകുന്നേരമാണ് അച്ഛൻ ഓണപ്പുടയെല്ലാം കൊണ്ടുവരിക. എന്നിട്ട് എല്ലാവർക്കും വലിയ കാര്യമുള്ള ഓണപ്പുടയെല്ലാം കൊടുക്കും. എല്ലാവർക്കും എണ്ണത്തിന് എല്ലാവരും കൊടുത്തിരിക്കണം. അതൊരു സന്തോഷമാണല്ലോ. അത് അങ്ങനെ മടക്കി വെച്ചിട്ട് ഓണത്തിൻ്റെ അന്ന് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അത് കൊടുക്കും. അത് തന്നെ അപ്പോഴേക്ക് അകത്തൊക്കെ പിന്നെ സദ്യ വിഭവങ്ങളൊക്കെ അതൊക്കെ സാധാരണ രൂപത്തിൽ മറ്റേ ഈ തെക്കോട്ടുള്ള പോലെ പിന്നെ പഴമുറുക്കോ കാര്യങ്ങളോ അതൊന്നും വിവാഹത്തെ അധികം പതിവില്ല. എല്ലാവരും പ്രഥമനും കാര്യങ്ങളും ഉണ്ടാക്കും, അത്ര തന്നെ ഉള്ളൂ. മറ്റ് സദ്യവട്ടമൊക്കെ ഉണ്ടാകും. പിന്നെ രണ്ടാം ഓണം പിറ്റേത്തെ ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓണമൊന്നും കാര്യമായിട്ടുണ്ടാവാറില്ല ഈ ഭാഗത്തൊന്നും. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാം കേരളം അങ്ങും ഇങ്ങോളം ഏകീകരിച്ചിട്ടുള്ളൊരു സമ്പ്രദായം. അതൊരു നല്ലൊരു പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക ഒരു ദേശീയ തലത്തിൽ തന്നെ ആഘോഷിക്കുന്ന ഒരു ആണല്ലോ ഓണം. അത് കേരളത്തിന് നമ്മുടെ മഹാബലിയുടെ കഥ അറിയാലോ. മഹാബലി അപ്പോൾ യഥാർത്ഥത്തിൽ മഹാബലിയുടെ കഥയാണോ അത്? വാമനാവതാരമാണ് അതിൻ്റെ പ്രാധാന്യം. വാമനാവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അവതാരം വാമനായിട്ട് അവതരിക്കുകയാണ്. ആ അവതാരം ഉണ്ടായത് തന്നെ മഹാബലീനെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല അദ്ദേഹത്തെ പിന്നെ മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നത് അദ്ദേഹം.
ആ മഹാബലിയുടെ ആ പ്രഭാവം ലോകത്ത് കാണിച്ചു കൊടുക്കണ്ടേ. അദ്ദേഹം അത്രയും സത്യസന്ധനും അത്രയും ഭക്തനും ഒക്കെയായിരുന്നു മഹാബലി. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു അവതാരമാണ് ഏത് വാമനാവതാരം. അതെ. തിരുവോണം അദ്ദേഹത്തിൻ്റെ ആരെ നക്ഷത്രം. ആ അവതാരത്തിൻ്റെ നക്ഷത്രം തിരുവോണത്തിൻ്റെ പ്രാധാന്യമാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളതൊരു ആഘോഷമായിട്ട് ഇപ്പോഴും അതെ ശരിക്കും മഹാബലി ഇവിടെ വരുന്നു എന്നും അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്. യഥാർത്ഥത്തിൽ വാമനൻ്റെ അവതാരം ഇപ്പോൾ ഇന്ന് ഇത് കൃഷ്ണാവതാരം മനസ്സിലായില്ലേ. വാമനാവതാരം തിരുവോണം, കൃഷ്ണാവതാരം ഇന്ന് പിന്നെ അഷ്ടമി രോഹിണിയും ചേർന്നൊരു ദിവസമാണ് കൃഷ്ണാവതാരം. അങ്ങനെ ഭഗവാന്റെ 10 അവതാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മറ്റും ഒരുപാട് അവതാരങ്ങളുണ്ട് ഭഗവാന്, പക്ഷേ ഈ 10 അവതാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൽപ്പെട്ടതാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, വാമനൻ, നരസിംഹം ഒക്കെ. നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പൂക്കളം തന്നെയാണ്. നമ്മൾ പണ്ട് കാലത്ത് പറയുമ്പോൾ പൂ ഇറുക്കാനും കുട്ടികളൊക്കെ ഉത്സാഹത്തോടെ കൂട്ടം കൂടി പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ നമ്മൾ കടകളിലൊക്കെ പോയാൽ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന രീതിയിൽ പൂക്കൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വ്യത്യാസം, ആ ഓർമ്മകൾ എങ്ങനെയായിരുന്നു പണ്ട്? ആ ഓർമ്മകൾ യഥാർത്ഥത്തിൽ ഇതല്ല അതിൻ്റെ ശരി. കുട്ടികളെല്ലാവരും ചേർന്നുകൊണ്ട് ആ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി അവിടെയുള്ള പൂക്കളൊക്കെ ശേഖരിച്ച് ആ പൂക്കൾ കൊണ്ടുവന്ന് വേണം വെക്കാൻ. ഇന്നിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് കടയിൽ പോയാൽ കിട്ടും എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അതുകൊണ്ട് വലിയ എല്ലാവർക്കും ഒരു അടുപ്പ് ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ അടുപ്പൊന്നുമില്ല. പണമുള്ളവർക്ക് എത്രയും കൂട്ടാലോ. അന്ന് അങ്ങനെയല്ല. അന്ന് പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും കാട്ടിൽ പോയാൽ പൂ ഒരേ തൂക്കത്തിലാണ് കൊടുക്കുക. എനിക്ക് പണാതി കൊണ്ട് വിചാരിച്ചിട്ട് കൂടുതൽ കാക്കാപ്പൂവോ മറ്റേ ഓണത്താറോ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കുട്ടികളുടെ സാമർഥ്യം പോലെ മുമ്പിൽ ഓടി ചാടിപ്പോയി ഒരാൾ പൂ എടുത്ത് കൊണ്ടുവരും. അന്ന് കൂടുതലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ച ആ പൂക്കൾ ഏതൊക്കെയായിരുന്നു? അന്ന് ഉപയോഗിച്ചിരുന്ന പൂ പിന്നെ എന്താ പറയണ്ടേ, ഓണത്താറെന്ന് അതിനെ പറയാം. അത് പിന്നീട് പിന്നെ തുമ്പപ്പൂവ്, അതുപോലെ പിന്നെ വട്ടപ്പലത്തിൻ്റെ ഒരു പൂവുണ്ട്. പിന്നെ അതുമാതിരി ചെറിയ ചെറിയ ഈ കാലത്ത് പുതിയ പുഷ്പങ്ങളുണ്ടാവും. അതിനൊരു പ്രത്യേകത ഈ ഓണക്കാലത്ത് ചിങ്ങമാസത്തിൽ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ഇന്നതേ ഇട്ടൂതൊന്നും വന്നില്ല. ഒരു അതെ. പിന്നെ അകത്ത് കയറ്റുമ്പം ചില പൂവത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയും മുത്തശ്ശിമാർക്ക് അങ്ങനെ ചില നിർബന്ധങ്ങളുണ്ട്. അവർ പറയും അകത്ത് ഈ പൂവൊന്നും കയറ്റി കൂടാന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് പുറത്ത് ഇടാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കും. അകത്ത് പൊതുവെ പിന്നെ പൂക്കളൊന്നും ഇടാറില്ല. മുറ്റത്ത് അതൊക്കെ പ്രാധാന്യം. തെക്കോട്ട് പിന്നെ ഈ പൂക്കൾക്ക് പുറമെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പിന്നെ ഇത് മണ്ണുകൊണ്ടൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണാം. ഓണത്തപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കും. ഇപ്പോഴും അത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതെല്ലാം മണ്ണുകൊണ്ട് കുട്ടികളുണ്ടാക്കും. അതൊക്കെ അതിൻ്റെ മേലെ ഓരോരോ ദീർഘലൊക്കെ ഒത്തി വെച്ച് അതിന് പൂവൊക്കെ വെച്ചുകൊണ്ട് അത് ഉണ്ടാക്കും. അത്തരത്തിലെ ഓർമ്മകളിൽ നിന്ന് ഇപ്പോ നമ്മള് കൂട്ടുകുടുംബമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ലേ അല്ലെ? കൂട്ടുകുടുംബമായിട്ട് ഓണം ആഘോഷിക്കുക, വീട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും. ഇന്ന് അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായി കുടുംബം വീടിന് പുറത്താണ് ഓണം ആഘോഷിക്കുന്നത് അല്ലെ? ക്ലബ്ബ് മറ്റു പരിപാടികളായി പുറത്താണല്ലോ ഇപ്പൊ ഓണാഘോഷം കൂടുതലും നടക്കുന്നത്. യഥാർത്ഥത്തില് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പകിട്ടാണ്. കാരണം ഈ വീട്ടിലില്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ പിന്നെ അന്യദേശത്ത് പോയി അവിടെ താമസം തുടങ്ങി, ഇപ്പോൾ അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി. അപ്പോൾ മലയാളികളുടെ ഒരു ക്ലബ്ബും ഒക്കെ രൂപീകരിച്ചിട്ട് അവർ ഈ ആഘോഷം ആഘോഷിക്കുന്നു. പക്ഷേ അവർ വീട്ടിൽ മുമ്പേ ഉണ്ടായിരുന്നില്ല, വീട്ടിലിതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെല്ലാം കൂടുമ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല, ഒരു സ്മരണ പുതുക്കുക എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അത് കൂട്ടുകുടുംബം വ്യവസ്ഥയിൽ അതൊക്കെ നാട്ടിൽ വന്നിട്ടും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ അവിടെ ഈ പിന്നെ ഓണത്തിനാണ് ഈ പുലിക്കളിയൊക്കെ, പുലിക്കളിയൊക്കെ ഗംഭീരമാണ് ഇവിടെ. പക്ഷെ ഇവിടെ എങ്ങനെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കൊന്നും ഒരു പ്രാധാന്യം ഇവിടെ കാണുന്നില്ല, ഇന്നും കാണുന്നില്ല. ഇവിടെ ഈ ഓണാഘോഷങ്ങള് വീട്ടിന് പുറത്തേക്ക് എത്തുമ്പോ നമ്മളെ വീട്ടിൽ ആഘോഷിക്കാതെ പുറത്ത് ആഘോഷിക്കുമ്പോ ആ ഓണത്തിന്റെ മാറ്റ് കുറഞ്ഞു പോകുന്നുണ്ടോ? ശരിക്കും മാറ്റ് കുറഞ്ഞുകൊണ്ട് അതിന്റെ ആത്മാർത്ഥത കുറയുന്നുണ്ട്, മാറ്റൊന്നും കുറയുന്നില്ല. നമ്മൾ മാറ്റം എവിടെ ആരാ അളക്കണേ?
നമ്മൾ പുറമേ കാണുന്നവരല്ലേ കാണുന്നത്. പുറമേ കാണുന്നവർക്ക് ഗംഭീരം തന്നെ, അതായത് വനിതാ വേദിയിലൊക്കെ എല്ലാ ഓണാഘോഷ മത്സരങ്ങളും ഇതൊക്കെ നമുക്ക് ഇരുന്നും കൊണ്ട് ടി വിയിൽ കാണാം. ഇന്ന് അത് ഗംഭീരം തന്നെ. ഇന്ന് അതിൻ്റെ മുമ്പിലാണ് എല്ലാവരും ആണെങ്കിലും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നെ സത്ത ഉൾക്കൊള്ളണമെങ്കിൽ ആ മുത്തശ്ശൻ മുത്തശ്ശി മറ്റുള്ളവർ ആ കൂട്ടുകുടുംബം കുട്ടികളെല്ലാം കൂടി ഇരുന്നും കൊണ്ട് ആ പിന്നെ പൂക്കളുണ്ടാക്കലും അതുപോലെ എല്ലാ ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകാൻ നേരം ഭക്തിയാണല്ലോ പ്രാധാന്യം, അതിന് പോവും. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് എല്ലാ കുട്ടികളുടെയും തലയിലേറിയിട്ടും കൊണ്ട് അനുഗ്രഹം മുത്തശ്ശിമാർ. ഇന്ന് ആരെങ്കിലും മുത്തശ്ശിമാരെ നമസ്കരിക്കുമോ? അന്ന് അങ്ങനെയൊക്കെ ഒരു പതിവുണ്ട്. ഓണത്തിൻ്റെ ദിവസങ്ങളിൽ രാവിലെ ഈ ഓണക്കോടിയെല്ലാം എടുത്ത് രാവിലെ അമ്പലത്തിൽ പോയി വന്ന് പിന്നെ മുത്തശ്ശനെയും മുത്തശ്ശിനൊക്കെ നമസ്കരിച്ചും കൊണ്ട് അവരെ അനുഗ്രഹമൊക്കെ വാങ്ങുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു പണ്ട്. അതൊക്കെ ഇന്ന് ഒരു പകുതി വരെ പോയി. അതൊക്കെ ശരിക്ക് മൂല്യം നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. പക്ഷേ അതിൻ്റെ എന്താ പറയേണ്ടത്, ഒരു ഉപരിപ്ലവമായ ഒരു തരം മറ്റൊരു രീതി എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടെന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. ഈ ഓണങ്ങളൊക്കെ ഈ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്കിപ്പോ പൊതുവെ നമുക്ക് പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണോ ഇപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്നതും ഇപ്പൊ നടക്കുന്ന ഓണാഘോഷങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ? അത് പറയാന്ന് വെച്ചാൽ കാലാകാലത്തിന് ചില വ്യത്യാസം വരും. ഈ കാലത്ത് ഇതന്നെയാണ് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവുക. ഇന്നിപ്പോൾ കാട്ടിലേക്ക് പോയിട്ട് പൂ പറിച്ചു കൊണ്ടാന്ന് പറഞ്ഞാൽ ആരും പറിച്ചു കൊണ്ടുവരുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുമ്പം പൊതുവെ എന്താണോ നാട്ടിലുള്ള സംഭവം നമ്മൾ പുതിയ തലമുറയ്ക്ക് അതേ രുചിക്കൂ. പഴയതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പക്ഷെ പഴയതിലുള്ളത് അവരെ കാണിച്ച് പഠിപ്പിച്ച് കൊടുക്കണം അവർക്ക്. ഇപ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടികളിൽ പിന്നെ നമ്മളെയും കൂടി പങ്കെടുപ്പിച്ചതിൽ എല്ലാവർക്കും എൻ്റെ അകമൊഴിഞ്ഞ നന്ദി രേഖപ്പെടുന്നു. നമ്മൾക്കും സന്തോഷം. ആയിക്കോട്ടെ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിരിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂക്കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തെ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂക്കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തെ പുല്ലാങ്കുഴൽ കാറ്റത്താടും പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി. ഇന്നേ ചെന്നാൽ നാളെ കൊയ്യാം അത്തം ചിത്തിര ചോതി. പുന്നെല്ലിൻ പാടത്ത് പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ ഓണവുമായി ബന്ധപ്പെട്ട് പാർവതി അമ്മയുടെ ആ പണ്ടത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് മോളെ. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഏട്ടൻ പച്ചോലി കൊണ്ട് കൊട്ട മടഞ്ഞു തരും. ഒരു 4-5 കൊട്ട ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഒന്നിൽ തുമ്പപ്പൂ, ഒന്നിൽ കാക്കപ്പൂ, ഒന്നിൽ കിണ്ടിപ്പൂ,
ചേരണിപ്പൂ, ഇങ്ങനെ പലതരം പൂക്കൾ പറിച്ച് സ്കൂളിൽ നിന്ന് വന്നാൽ ഓട്ടാന്ന്, പിന്നെ വെള്ളം കുടിക്കാനും കൂടെ നിൽക്കില്ല. ഈ കൊട്ടയും കഴുത്തിൽ, അതിന് കൊട്ടക്ക് നൂല് കെട്ടിയിട്ട് കഴുത്തിലിടും. എന്നാൽ പറിച്ച് ഓരോന്നിടാല. അങ്ങനെ ഓടിപ്പോയി സന്ധ്യ ആകുമ്പോൾ ഈ പൂവും പറിച്ചിട്ട് വരല് വീട്ടിലേക്ക് വീട്ടിലേക്ക്. ഓണത്തിന്റെ എത്ര ദിവസം മുന്നേ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും? ഓണത്തിന് പൂക്കളം മാത്രം മുമ്പേ തുടങ്ങും. നമുക്കൊന്നും സദ്യ ഒന്നും മുമ്പേ തുടങ്ങില്ല. ഇല്ല. ഉത്രാടം മാത്രം. ഉത്രാടം, തിരുവോണം മാത്രം സദ്യ. നമ്മളിപ്പോ ഓണക്കോടി എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇപ്പൊ എല്ലാ കുട്ടികളും ഒരു 2-3 വർഷക്കാലം മുമ്പേ വരെ ഓണക്കോടികൾ എത്ര എണ്ണം കിട്ടും എന്നൊരു ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സമയമല്ലേ? ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ഓണം? നമുക്ക് അങ്ങനെ ഓണക്കോടി എത്രയും കിട്ടൂല. എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിലെവിടെയല്ലോ ജോലിക്കാരുണ്ടായിന്. ഏട്ടൻ ഒരു തോർത്തും ഉണ്ടാന്ന് ആകെ ഓണക്കോടി പറഞ്ഞിട്ട് തരല്. അത് മതി ഞങ്ങൾക്ക് സന്തോഷിക്കാൻ. പഴയകാല ഓർമ്മകളിലേക്ക് പോകുമ്പോൾ മനസ്സിനൊരു സന്തോഷവും സങ്കടവും. സന്തോഷമാണ്, പക്ഷെ കണ്ണിന്ന് വെള്ളം വന്നു പോന്നു മോളെ. ആ കാലഘട്ടത്തെ ഓണത്തിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറിയില്ലേ അല്ലേ? ഒരുപാട് മാറി. അതാ ഞങ്ങൾ ഒരു ആഘോഷങ്ങളും മാറി. ഈ പൂക്കൾ, അതാ പറഞ്ഞത്, ഈ ഒരു ദിവസം 5 വട്ടത്തിൽ പൂട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം 6 or 7 ഇടണമെന്നില്ല, വാശി പിടിച്ചിട്ടാണ് കുട്ടികൾ പൂ പറിക്കാൻ പോവുക. ഓടി 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 പൂ പറിച്ച് കൊട്ട നിറക്കും. അപ്പം അതുപോലെ ഓണാകുമ്പോഴേക്ക് വലിയ പൂക്കളാവും. ഇന്നത്തെ പോലെ ഇങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. വട്ടത്തിൽ മാത്രമേ ഇടുള്ളൂ. പൂക്കളത്തിന് പല വ്യത്യാസം, എന്തെല്ലോ ഡിസൈനാക്കി മത്സരങ്ങളായി വരച്ചിട്ടും. നമ്മളൊന്നും വരച്ചിട്ടൊന്നും അല്ല ഇടല്. ഇട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളെ നമ്മൾ പറിക്കൂലൂ. വലിയ പൂക്കൾ പറിക്കുകയേ ഇല്ല. അതങ്ങനെ അടുപ്പിക്കാൻ പറ്റൂലല്ലോ. അടുപ്പിച്ച് നിലം കാണാണ്ട് ഇങ്ങനെ ഇടും. വലിയ പൂ പുറത്ത് മാത്രം വെക്കും. ഓണത്തിന് തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഇതാണ്. തുമ്പപ്പൂവാണ് മാവേലീനെ എതിരേൽക്കാൻ പറ്റിയ പൂന്നാണ് എല്ലാവരും വിശ്വാസവും. പൂക്കളത്തിലെ പ്രധാനപ്പെട്ട പൂ തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ മാത്രമേ പൂജാമുറിയിൽ ഇടുള്ളൂ. ഇന്ന് പൂജാമുറി പറയുന്നു. നമ്മൾ പണ്ടെല്ലാം പടിഞ്ഞാറ്റാന്നാ പറയല്. പടിഞ്ഞാറ്റയിൽ തുമ്പപ്പൂ മാത്രമേ കയറ്റുള്ളൂ, വേറെ ഒരു പൂവും കൊണ്ടുപോകില്ല. ഇന്ന് തുമ്പപ്പൂ എന്ന് പറയുന്നത് കാണാൻ പോലും കിട്ടാത്ത. അതെ. അപ്പോ നമ്മുടെ ഓണം എന്ന് പറയുമ്പോ ഓണ വിഭവങ്ങൾ വലിയ പ്രാധാന്യമുള്ളതല്ലേ? ആ ഓണത്തിന്റെ അന്ന് വ്യത്യസ്ത വിഭവങ്ങളും സദ്യ, പായസം, ആ ഒരു അനുഭവം എന്തൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഉത്രാടത്തിന് തലേന്ന് ഇന്നത്തെ പോലെ കടയിൽ പോയിട്ട് ഉപ്പേരി വാങ്ങുമോ ഒന്നും ചെയ്യില്ല. ഉപ്പേരി വറക്കും, പുളിയിഞ്ചി ഉണ്ടാക്കും, നാരങ്ങാക്കറി ഉണ്ടാക്കും. അതെല്ലാം ഉത്രാടത്തിന് തലേന്നേ ഉണ്ടാക്കി വെക്കും. പിന്നെ ഉത്രാടായെന്ന് ചെറിയൊരു സദ്യ, തിരുവോണായെന്ന് വലിയ സദ്യ. കാളൻ, ഓലൻ, പിന്നെ ഇത് ഇന്നത്തെ പോലെ കൂട്ടുകറിയല്ല, മുളകേഷ്യെന്ന് പറയും. അത് പക്ഷേ ഈ തേങ്ങയെല്ലാം വറുത്തിട്ട് തന്നെ, ചേനയും കായും കൂടെ മുളകേഷ്യെന്ന് പറഞ്ഞ് അങ്ങനെ. പിന്നെ ഉപ്പേരി, വറുത്തുപ്പേരി വേറെ, മറ്റേ തോരൻ വേറെ, എല്ലാം പുളിയിഞ്ചി, എല്ലാം ഇല നിറയെ ഉണ്ടാവും. വലിയ പപ്പടം, ഓണായെന്ന് വലിയ പപ്പടം, പഴം, പായസം. ഒരു മനസ്സിൽ വരുന്ന പായസത്തിന്റെ ഒരു കൂട്ടിന്റെ ഓർമ്മയുണ്ടോ ഏതെങ്കിലും അന്ന് ആ സമയത്ത് ചെയ്യുന്നത്? പായസം എന്ന് പറഞ്ഞാൽ പണ്ട് ഉണക്കലരി പായസം വെക്കും. അത് പിന്നെ വെള്ളം ഇട്ട് വരട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പായസം വെക്കാറ്. അടയൊന്നുമല്ല. പിന്നീടാണ് പാൽപ്പായസം. അതെ, പാൽപ്പായസം അമ്പലത്തിൽ പാൽപ്പായസം കഴിക്കും. അത് മതി. പിന്നെ ഇത് നമ്മളും വീട്ടിലും വെക്കും. ഇങ്ങനെ നല്ല ഉണക്കലരി വെള്ളം ഇട്ട് വരട്ടി നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല പായസമായിരിക്കും. 2-3 ദിവസം വെച്ചാലും പോകില്ല. സദ്യയുടെ വിഭവങ്ങൾ കൂടാതെ ഓണത്തിന് പ്രത്യേക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? പലഹാരങ്ങളൊന്നും ഉണ്ടാക്കൂല. പണ്ട് തന്നെയാണ് ഓണത്തിന്റെ ഇത്രയേ ഉള്ളൂ. അതെല്ലേ. ഇപ്പോ ഈ കാലഘട്ടത്തിലാക്കുമ്പോ ആ ഒരു രുചി അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്കിപ്പോ കിട്ടാറുണ്ടോ ഓണസദ്യ കഴിക്കുമ്പോ? ആ ഒരു ഇത് കിട്ടൂല. പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സന്തോഷിക്കും, അത്ര തന്നെ. മറ്റേ ആ ഒരു സന്തോഷമല്ല ഇപ്പൊ. അല്ല, നമ്മുടെ കുടുംബത്തിൽ ഓണാഘോഷിക്കുന്നത് മാറി, ഒരുപാട് മാറ്റം വന്നില്ലേ? കൂട്ടുകുടുംബത്തിൽ ഓണാഘോഷിക്കുന്നതും. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ
അടുത്ത ആളില്ല വീട്ടിലേക്കാണ് ഞാൻ കയറി വന്നത് 14 വയസ്സിൽ. അന്ന് മുതലില്ല കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യ. എല്ലാരും മനസ്സറിഞ്ഞ് ആഘോഷിക്കുന്ന ഒരു ഉത്സവം അല്ലേ ഓണം? അതെ, അതുകൊണ്ട് അതിന് കൂടുതൽ രുചിയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ആ ഒരു ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. അതെ, ഓണം വരാൻ കാത്തു നിൽക്കും. ഇന്നിപ്പം ദിവസം വേണമെങ്കിൽ ഓണം പോലെ കഴിക്കാം അല്ലേ എല്ലാവർക്കും. ഓണത്തിനൊരു പ്രത്യേകതയില്ല, വെറുതെ ആളെ കാണിക്കാൻ ഇങ്ങനെ ഓരോരോ ഇത് മാത്രം, അത്രയേ ഉള്ളൂ. പണ്ടതല്ല, മനസ്സറിഞ്ഞ സന്തോഷമാണ്. അതിൽ നിന്ന് വലിയ മാറ്റം ഇന്ന് വന്നു അല്ലേ? വലിയ മാറ്റം വന്നു. മത്സരങ്ങളായി മാറി ഓണാഘോഷം. അതെ, മറ്റ് അമ്പലപ്പറമ്പുകളിലും മറ്റ് ക്ലബുകളിലും ഒക്കെ മത്സരിച്ച് നടത്തുന്ന ഇതുപോലെയായി. അതെന്റെ മക്കളെ പിന്നെ ഇതന്നെ ലളിതഗാനം മറ്റേത് ഗാനം എന്നും പറഞ്ഞ് ഓടാനേ അവർക്ക് സമയം ഉണ്ടാവില്ല. അവർ പ്രൈസും കൊണ്ടേ വരികയും ചെയ്യല്ലോ. ശരിക്കും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അതൊരു നഷ്ടമല്ലേ പണ്ടത്തെ ഓണം? അതെ, അന്ന് ഒരു സ്റ്റീൽ ഗ്ലാസ്, ഒരു നോട്ട് ബുക്ക്, ഒരു പെന്ന്, ഇതെല്ലാം സമ്മാനം കിട്ടല്. അത്രയും സന്തോഷിച്ചിട്ടാണ് അവർ വരല്. ഇന്നിപ്പോൾ എന്ത് കിട്ടിയാലാ സന്തോഷാവല്? എന്ത് കിട്ടിയാലാ സന്തോഷാവല്? ഇത് ഈ പറയുന്ന സാധനം എന്തെങ്കിലും കിട്ടിയാൽ സന്തോഷാവുക? ഇല്ലല്ലോ. അതാണ് ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. നാരായണേട്ടൻ പറഞ്ഞ പോലെ ഈ മഹാബലി ഇന്നിപ്പം കോമാളി പോലെ മഹാബലിനെ കെട്ടുന്നല്ലാണ്ട് മഹാബലി കോമാളി ഒന്നുമല്ല. നല്ലൊരു രാജാവായിരുന്നു, നല്ല രാജാവ്. വാമനാവതാരം എന്ന് പറഞ്ഞാൽ മഹാബലിക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി വന്ന ഒരു അവതാരമാണ്. മറ്റു മഹാബലിനെ ചവിട്ടി താത്ത് അങ്ങനെ ആക്കിയതൊന്നും അല്ല. പക്ഷെ അയാൾക്ക് ഇത് നല്ലൊരിത് കൊടുക്കണം എന്ന് വിചാരിച്ച് അയാളെ ആ ദാനശീലം കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാമനാവതാരം എടുത്തു, അത്രയേ ഉള്ളൂ. യഥാർത്ഥ ഐതിഹ്യം മാറി മാറി മറ്റൊരു രീതിയിലായി എന്തെല്ലോ ആക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊടവയറിനും ഒരു കോമാളി വേഷമല്ലേ ഇപ്പം മഹാബലിനെ എല്ലായിടത്തും കാണിക്കുന്നത്. അങ്ങനെ ഒരു കോമാളി വേഷയല്ല അയാൾ. നല്ലൊരു ദാനശീലനും ധർമ്മശീലനും നല്ല ഒരു രാജാവായിരുന്നു. അത് പാട്ടിൽ തന്നെ പറയുന്നില്ലേ, മാവേലി നടുവാണി ഇടുങ്കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെയെന്ന്. അതുപോലെ തന്നെ ഒന്നുമില്ല, കള്ളുമില്ല, ചതിയുമില്ല, ഒന്നുമില്ലാത്ത കാലമായിരുന്നു അത്. ഒരു കാലമാണോ ശരിക്കും ഇപ്പോ? ഇന്ന് കള്ളവും ചതിയേ ഇല്ലു എന്നാ പറയേണ്ടത്, ഏത് നോക്കിയാലും. എല്ലാം കൊണ്ടും അതിന്റെ അർത്ഥമേ മാറിപ്പോയി അല്ലേ? അതെ, ശരിക്കും തെക്കോട്ടെല്ലാം വാമനാവതാരം തന്നെയാണ് ഇനി ആഘോഷിക്കുന്നത്. തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞിട്ട് വാമനെയാണ് ഉണ്ടാക്കി വെച്ച് അരിമാവ്, അതെ, മണ്ണുകൊണ്ടാക്കി അരിമാവ് ഇങ്ങനെ തേച്ച് പൂടൽ, അതൊക്കെ വാമനന് വേണ്ടിയിട്ടാണ്, ഈ മഹാബലിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷേ ഐതിഹ്യം എന്നാ പറയുന്നത് വിചാരിച്ചാൽ മഹാബലി അങ്ങോട്ട് പോകുമ്പം എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരും, അന്നാണ് ഈ തിരുവോണം എന്നാ പറയുന്നത്. ഉത്രാടായെന്നതുകൊണ്ട് എല്ലാവരും മഹാബലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടിച്ചാടി പോകുന്നത്. മഹാബലി വരുമ്പോൾ നമ്മൾ നല്ല ഇതായിട്ടാണ് ജീവിക്കുന്നതെന്ന് കാണിക്കണമല്ല, അതിന് വേണ്ടിയിട്ട്. നിങ്ങളെ കാലത്തില്ല പോലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും. അതിന് അങ്ങനെയാ പറയല്, ഉത്രാടപ്പാച്ചിൽ. രാത്രി വരെ എല്ലാവർക്കും തിരക്കാണെന്ന്. ശരിക്കും നല്ല ഓണക്കളം വരക്കും, ഓണവില്ല് വരക്കും, നിലവിളക്ക് വരക്കും. അതിനെല്ലാം ചേടിയാണ് ഉപയോഗിക്കുക. ചേടി പറഞ്ഞിട്ടൊരു മണ്ണുണ്ട്, അരിമാവല്ല പണ്ടൊന്നും. ഇന്നും ഞാൻ ചേടി വരച്ചിട്ടാണ് വരുന്നത്. ചേടി ഈ കിണറെല്ലാം കുഴിച്ച് അടിയിലാകുമ്പോൾ ഒരു മണ്ണ് അത് അരിച്ച് നല്ല ഇതാക്കിയിട്ട് അതിനെ കൊണ്ടാണ് ചേടി വരക്കുക. ഇപ്പോഴും ആ രീതി തുടർന്നു പോകുന്നുണ്ടല്ലോ? ഇപ്പോഴും ആ രീതി തുടർന്നു വരുന്നുണ്ട്. ഒരു പിറന്നാളായാലും വിഷു ആയാലും ഓണായാലും ഞാൻ ആ ചേടി തന്നെയാണ് വരക്കല്. ഓണത്തിന് ഓണക്കളം വരക്കും, ഓണവില്ല് വരക്കും, ഒരു നിലവിളക്ക് വരക്കും, അങ്ങനെയല്ല ആണ്. ഓണം ഓർമ്മ എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയല്ലേ എപ്പോഴും? പിന്നെ ഒരുമ എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെ. അതിപ്പം പലർക്കും ഒത്തുകൂടാൻ പറ്റുന്നില്ലല്ലോ. പണ്ടതൊരു ഒത്തുകൂടലിൻ്റെയും കൂടെ ഇതായിരുന്നു. വീട്ടുകാരും കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ആഘോഷമായിരുന്നു. ഇപ്പോഴതൊക്കെ വീടിന് പുറത്തല്ലേ?
അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ആ ഓണത്തിന്റെ തനത് രീതി പോയിട്ടുണ്ടോ, അങ്ങനെ പോകുന്നുണ്ടോ? പോകുന്നില്ലേ? ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ കൂടെ സന്തോഷിച്ചോളൂ നമ്മൾ. അവരാഗ്രഹിക്കുന്നത് അതായതുകൊണ്ട് അതുകൊണ്ട് അതിലൂടെ കുട്ടികളെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓണാഘോഷാശംസകൾ. വന്നിടുക ചാരത്തിക പാരിൽ തവ നേരുത്തവരാരുത്തര സാരസ്യ സാരമറിവതിന്നും ചാരത്തിക പാരിൽ തവ നേരുത്തവരാരുത്തര സാരസ്യ സാരമറിവതിനും നല്ല മാരസ്യ ലീലകൾ ചെയ്വതിനും. പാടി കരം കൊട്ടിച്ചാലവേ ചാടി തിരുമുന്നിൽ താളത്തോടു മേളത്തോടു മേളിച്ചനുകൂലത്തോടു മാളികളെ നടനം ചെയ്യണം. താളത്തോടു മേളത്തോടു മേളിച്ചനുകൂലത്തോടു മാളികളെ നടനം ചെയ്യണം. നല്ല കേളി ജഗത്തിൽ വളർത്തിടണം. ഈ പരിപാടിക്ക് നമ്മളോട് സഹകരിച്ചതിന് പയ്യന്നൂർ ടെക്സ് നമുക്കൊരു ഓണത്തിനൊരു സ്നേഹസമ്മാനം നൽകുന്നുണ്ട്. നന്ദി. കേരളത്തിന്റെ തനതായ ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ സന്തോഷവും സങ്കടവും ദാരിദ്ര്യത്തിലൂടെ ഓണം വളരെ മനോഹരമായി ആഘോഷിച്ച ആ ഓർമ്മകളിലൂടെ നെറ്റ്വർക്കിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ.